നോർത്ത് ഇന്ത്യക്കാരനായ പരമൻ പല സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും പൊട്ടി പാളീസായതിനെ തുടർന്ന് അവന്റെ ഡാഡിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഗേൾഫ്രണ്ടിനെ കണ്ടെത്തുന്ന പുതിയൊരു ആപ്പ് തുടങ്ങുന്നു. അവൻ ഉണ്ടാക്കിയ ആ ആപ്പിൽ ആദ്യം അവനെ വെച്ച് തന്നെ പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് അവനൊരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നു. അങ്ങനെ അവന് മാച്ചായത് കേരളത്തിൽ കിടക്കുന്ന മലയാളം പോലും അറിയാത്ത മലയാളിയായ തെക്കുപേട്ട സുന്ദരി ദാമോദരൻ പിള്ളയാണ്. പെണ്ണിന്റെ മണം അടിച്ചപ്പോൾ തന്നെ ചെക്കൻ ബാഗും പാക്ക് ചെയ്ത് സുഹൃത്തായ ജഗ്ഗിക്കൊപ്പം കേരളത്തിലേക്ക് വരുന്നു. അവൻ തെക്കുപേട്ടയുടെ ഹോം സ്റ്റേയിൽ റൂം ബുക്ക് ചെയ്യുകയും ചെയ്യുന്നു. മലയാളം മര്യാദയ്ക്ക് അറിയാത്ത തെക്കുപേട്ട സുന്ദരി എന്തൊക്കെയോ കൊണയാണത്തിൽ പറയുന്നു. അങ്ങനെ പാൽക്കുപ്പി പരമൻ സുന്ദരിയെ വളയ്ക്കാൻ നടക്കുകയായിരുന്നു. റൂമിൽ റേഞ്ചില്ലാത്ത കാരണം അവൾ പറയുന്നത് തെങ്ങിൽ കാരണമത്രേ. അങ്ങനെ പിറ്റേ ദിവസം പരമൻ നിക്കറിട്ട് ഓടാൻ പോകുമ്പോൾ ഒരു പെണ്ണിത് കണ്ട് ഈ ബംഗാളിയെ വളയ്ക്കാൻ നോക്കുന്നു. നിക്കറിട്ട് പുറത്തിറങ്ങിയ പരമനെ ജെട്ടിയിട്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞ് തെക്കുപേട്ടയുടെ അമ്മാവൻ ഭാർഗവൻ മുണ്ടുടുപ്പിക്കുന്നു. അതിനിടയിൽ അവൻ അവളെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള കോലാഹലങ്ങൾ. അവനൊരു പണി കൊടുക്കാൻ വേണ്ടി അവൾ അമ്മാവൻ ഭാർഗവന്റെ കളരിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പരമന് പരിക്കേൽക്കുകയും ആലപ്പുഴയിലുള്ളവർ മുറിവ് നോക്കാൻ ആതിരപ്പള്ളി വരുന്നു. വെറും 130 കിലോമീറ്റർ മാത്രം. അങ്ങനെ അവർക്കിടയിൽ ദേഷ്യം മാറാൻ തുടങ്ങുന്നു. ഇടയിൽ ഒരു കേരള കറക്കം സോങ്. തുടർന്ന് അവർ നാട് കാണാൻ ഇറങ്ങുന്നു. ഇടയിൽ സുന്ദരി കരളലേൽപ്പിക്കുന്ന ഫ്ലാഷ് ബാക്ക്. ഇതിനിടയിൽ സുന്ദരിയുടെ അമ്മാവൻ മകൻ വേണു അവിടേക്ക് വരികയും ഭാർഗവൻ അമ്മാവൻ സുന്ദരിയും വേണുവും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം പരമൻ ആ നഗ്ന രഹസ്യം മനസ്സിലാക്കുന്നു. സുന്ദരിയുടെ സഹോദരി അമ്മുവാണ് അവൾക്ക് വേണ്ടി ഡേറ്റിംഗ് ആപ്പിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയതെന്ന്. ഇത് മനസ്സിലാക്കിയ പരമൻ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ ആലപ്പുഴയിൽ വള്ളം തുഴയാൻ ആളില്ലാത്തത് കൊണ്ട് പരമൻ പങ്കെടുത്തവരെ സഹായിക്കുന്നു. ഇടയിൽ ഒരു ഹിന്ദി വഞ്ചി സോങ്. അങ്ങനെ അവളെ ചതിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയുന്നു. തന്നെ വെച്ചുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു ഇതെല്ലാം കരുതി ദേഷ്യപ്പെടുന്ന സുന്ദരി അവനോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവസാനം കല്യാണ ദിവസമായപ്പോൾ തെങ്ങിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറി അവളോട് അവൻ ഇഷ്ടം പറയുകയും നാട്ടുകാർ അത് കണ്ട് അവനെ ഓടിക്കുകയും ചെയ്യുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പരമൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും സുന്ദരി അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിൽ വീണ അവന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ശ്വാസം കൊടുക്കുന്നു. അങ്ങനെ അവർ സെറ്റാവുകയും ചെയ്യുന്നു.